ശ്ലോകം 9. എന്താണ് ഇതിന് ചെയ്യാൻ പോകുന്നത്? ആ ഗോകുലത്തിനെ മുഴുവൻ നശിപ്പിക്കാൻ പോവുകയാണ്. ഭഗവാൻ ഇപ്പോൾ ഇരിക്കുന്നതായ സ്ഥലമാണ് ഗോകുലം, ഗോക്കളുടെ കുലം. അതാണ്. ഗോക്കൾക്ക് അനേകം അർത്ഥമുണ്ട്. അത് നമുക്ക് അടുത്ത ദശകത്തിൽ നോക്കാം. അങ്ങനെ ഗോക്കളുടെ കുലമായിരിക്കുന്ന ആ വൃന്ദാവനത്തിന് ത്വദാവാസം, ഭഗവാൻ വസിക്കുന്നതായ ആ വൃന്ദാവനത്തിന് ഹന്തും, നശിപ്പിക്കാൻ ആ ഇന്ദ്രൻ എന്ത് ചെയ്തു? പ്രളയജലദാൻ, പ്രളയകാലത്ത് വരുന്നതായ മേഘങ്ങൾ, ജലദം മേഘം, ജലത്തെ ദാനം ചെയ്യുന്നത് ഏതോ അതാണ് ജലദം മേഘം. പ്രളയജലദാൻ അംബരഭുവി പ്രഹിണ്വൻ. ഹേ ഭഗവൻ, ആ ഇന്ദ്രൻ ആ പ്രളയമേഘങ്ങളെ, സാമ്പർത്തക മേഘങ്ങൾ എന്ന് പറയും അതിന്, മഴ പെയ്യുന്നത് ആനയുടെ തുമ്പിക്കൈ വണ്ണത്തിൽ വരും. ആ സമയത്ത് ലോകം മുഴുവൻ വെള്ളത്തിൻ്റെ അടിയിലാവും. അങ്ങനെയുള്ള ആ പ്രളയം പോലെ മഴ പെയ്യാൻ തുടങ്ങി. മഴക്കാറുകളെ അയക്കുകയാണ്. പ്രളയ ജലദാൻ, ജലദം മേഘം, പ്രളയകാലത്തുള്ള ആ മേഘങ്ങളെ അംബരഭൂവി പ്രഹിണ്വൻ, ആകാശത്തിൽ കൂടി ഈ ഗോകുലത്തിലേക്ക് അയച്ചു. ഞാൻ പിന്നാലെ വരുന്നില്ല, നിങ്ങൾ നടന്നോളി എന്നാണ് പറഞ്ഞത്. ബിഭ്രാണ കുരിശം, തൻ്റെ കയ്യിൽ ആ വജ്രായുധം എടുത്തിട്ടുണ്ട്. അയം അഭ്രേഭഗമനഹ, ആകാശത്തിലൂടെ ഇഭത്തിൻ്റെ പുറത്ത്, ഐരാവത്തിൻ്റെ പുറത്ത് ഗമിക്കുന്നു. പ്രദസ്ഥേ, പുറപ്പെട്ടു. മേഘങ്ങൾ ആദ്യം പോയി, പിന്നാലെ ഇന്ദ്രനും പോയി. എപ്പോൾ അങ്ങനെ പുറപ്പെട്ടുവോ? അന്യൈഹി, മറ്റുള്ള ദേവന്മാർ. ആരൊക്കെയാണ് മറ്റുള്ള ദേവന്മാർ? ദഹനമരുതാദ്യൈഹി, ദഹനൻ അഗ്നി, മരുത് വായു, ആദ്യൈഹി ദേവൈഹി, ആദ്യൈഹി അന്യൈഹി. ആ അഗ്നി, ആ വായു മുതലായവർ ഉള്ളുകൊണ്ട്, അന്തർവികസിത, ഉള്ളുകൊണ്ട് ചിരിച്ചു. നേരിട്ട് ചിരിക്കാൻ തരില്ല. എന്താണ്, ഇപ്പോൾ ഇവരെല്ലാവരും ഇന്ദ്രൻ്റെ കീഴിലാണ്. ഇന്ദ്രനല്ലേ അവരെയൊക്കെ നോക്കണത്. അതുകൊണ്ട് അവർ ഉള്ളുകൊണ്ട് ചിരിച്ചു. അവർക്ക് മുമ്പ് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് അവരുടെ ശക്തി അവർക്ക് പ്രദർശിപ്പിക്കാൻ സാധിച്ചില്ല ഈ ഭഗവാന്റെ മുമ്പിൽ. കേനോപനിഷത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അഗ്നിയും ഈ വായുവും എല്ലാം തോറ്റു മടങ്ങിയവരാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയുള്ള ഭഗവാനോടാണ് ഇവൻ കളിക്കാൻ പോകുന്നത് എന്ന് കണ്ടതായ സമയത്ത് അവർ ഉള്ളുകൊണ്ട് ചിരിച്ചു. അന്തർ വികസിത, ഉള്ളുകൊണ്ട് ചിരിച്ചു. ഇതെന്താ ഇയാൾക്കിങ്ങനെ തോന്നിയത്? ഭവൻ മായ, ഭഗവാന്റെ മായയാണ്. ബ്രഹ്മത്തിൻ്റെ മായയാണ്. ബ്രഹ്മത്തിൻ്റെ ശക്തി, അതിന് ബ്രഹ്മപ്രകൃതി എന്ന് പറയും. ബ്രഹ്മത്തിൻ്റെ ശക്തിയായ ബ്രഹ്മപ്രകൃതി, അതാണ് മായ. അത് ഭഗവാന്റെ മായ. എന്തുകൊണ്ട് അതിന് മായ എന്ന് പറഞ്ഞു? വാസ്തവത്തിൽ അത് ഇല്ലാത്തതാണ്. പക്ഷേ നമുക്ക് ഒരു ഭ്രമം വരും. അതാണ് യാ മാ സാ മായ. യാതൊന്നാണോ ഇല്ലാത്തത് അതാണ് മായ. യാ മാ സാ മായ. യാതൊന്നാണോ ഇല്ലാത്തത് അതാണ് മായ. പക്ഷെ അത് നമ്മളെ ഭ്രമിപ്പിക്കും. ആ തത്വം അറിയാത്തവരെ ഭ്രമിപ്പിക്കും. ഭവൻ മായ,
നൈവ മോഹയതി കം കം ന മോഹയതി. ആരെയാ മോഹിപ്പിക്കാത്ത? എല്ലാവരെയും മോഹിപ്പിക്കുന്നു. എല്ലാവരും മായയ്ക്ക് അധീനരാണ്. മായ രണ്ട് തരത്തിലിരിക്കുന്നു: അവിദ്യാസ്വരൂപിണിയായ മായ, വിദ്യാസ്വരൂപിണിയായ മായ. അവിദ്യാസ്വരൂപിണിയായ മായ രജോ ഗുണവും തമോ ഗുണവും ഉള്ളത്. ആ രജോ ഗുണം തമോ ഗുണം കൊണ്ട് നമ്മൾ അഹങ്കരിക്കുന്നു, പല വേണ്ടാത്ത കൃത്യങ്ങൾ ചെയ്യുന്നു. അതാണ് അവിദ്യാസ്വരൂപിണിയായ മായ. എപ്പോൾ നമ്മളിലുള്ള ഗുണം സത്വഗുണമായി മാറുന്നുവോ അപ്പോൾ നമ്മൾ വിദ്യാസ്വരൂപിണിയായ മായയെ ആശ്രയിക്കുന്നു. അവിദ്യാസ്വരൂപിണിയായ മായ നമ്മളെ താഴോട്ട് കൊണ്ടുപോകുന്നു, അതായത് ഭഗവാനിൽ നിന്ന് ദൂരത്തേക്ക് കൊണ്ടുപോകുന്നു. വിദ്യാസ്വരൂപിണിയായ മായ നമ്മളെ ഭഗവാനിലേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഇവിടെ ഭഗവാൻ മായ എന്ന് പറയുന്നത് അവിദ്യാസ്വരൂപിണിയായ മായ. എല്ലാ മായയും മോശമാണെന്ന് വിചാരിക്കരുത്. ആർക്ക് സത്വഗുണമുണ്ടോ അവരെ ആ മായ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നു. രജസ്തമോ ഗുണികളെയാണ് താഴോട്ട് പല വിഷയങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട്. എന്തൊക്കെ വിഷയങ്ങളാണ്? കാമിനി കാഞ്ചനം, ഇതാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ആ വിഷയങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ താഴോട്ട് വലിച്ചു കൊണ്ടിരിക്കുന്നു. ഹേ ത്രിഭുവനപദേ, മൂന്ന് ലോകങ്ങളുടെയും പതി നാഥനായവനെ. മൂന്ന് ലോകം: സ്വർഗം, ഭൂമി, പാതാളം. വാസ്തവത്തിൽ മൂന്നാണോ? അല്ല, 14 ലോകങ്ങളാണ്. ആ സ്വർഗം എന്ന് പറയുന്നത് ഭൂമിയുടെ മുകളിലുള്ള 6 ലോകങ്ങൾ: ഭൂർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം. അങ്ങനെ 6 ലോകങ്ങൾ. 7ാമത്തെ ഉള്ളതാണ് ഭൂമി. താഴത്തെ 7 ലോകങ്ങൾ. അപ്പോൾ ഭൂമിയും 7 ലോകങ്ങളും. അതിന് പാതാളം എന്ന് പറയും. അങ്ങനെയാണ് 3 ലോകം. വാസ്തവത്തിൽ 14 ലോകമായ ബ്രഹ്മാണ്ഡം. ത്രിഭുവനപദേ, ഈ കാണുന്ന ബ്രഹ്മാണ്ഡത്തിൻ്റെ നാഥനായിരിക്കുന്നവൻ. നമ്മൾ ഒരു ബ്രഹ്മാണ്ഡത്തിലാണ് ഇരിക്കുന്നത്, ആ ബ്രഹ്മാണ്ഡത്തിലെ ഭൂമിയിലാണ് ഇരിക്കുന്നത്. ഇങ്ങനത്തെ അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങളുണ്ട്, അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങൾ. ഈ ബ്രഹ്മാണ്ഡങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആളാണ് ഈ ഭഗവാൻ വിഷ്ണു. ആ വിഷ്ണുവാണിപ്പോൾ കൃഷ്ണനായിട്ട് വന്നിരിക്കുന്നത്. ആ കൃഷ്ണൻ്റെ മായയാണ് ഇപ്പോൾ ഈ ഇന്ദ്രനെ മോഹിപ്പിച്ചത്. ഭവന്മായ നൈവ ത്രിഭുവനപദേ മോഹേതികം. ആരെയും മോഹിപ്പിക്കുന്നില്ല, എല്ലാവരെയും മോഹിപ്പിക്കുന്നു. മായ സകലരെയും മോഹിപ്പിക്കുന്നു. മായയുടെ ആ പിടിയിൽ പെടാതിരിക്കണമെങ്കിൽ എന്ത് വേണം? മായാതിനാഥനെ ശരണം പ്രാപിക്കണം. മായയുടെ നാഥനാണ് ഭഗവാൻ. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത. ഗീത 18ാം അധ്യായം 72ാമത്തെ വരെയാണ് ശ്ലോകം. ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെ, എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നു. ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതി. എല്ലാവരുടെ ഉള്ളിലും ഈശ്വരൻ ഇരിക്കുന്നു. എന്നിട്ടോ ഭ്രാമയൻ, നമ്മളെ ഭ്രമിപ്പിക്കുന്നു. എങ്ങനെ? തൻ്റെ മായ കൊണ്ട്. ഈ മായയെ മാറ്റാൻ എന്താ വഴി? തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത. ആ ഈശ്വരനെ പ്രാപിക്കുക. ആ ഈശ്വരന് മാത്രമേ ആ മായയിൽ നമ്മളെ രക്ഷിക്കാൻ സാധിക്കൂ. അത് ആർക്കും സാധ്യമല്ല. തത് പ്രസാദാത് പരാം ശാന്തിം. ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പരമമായ ശാന്തി നമുക്ക് നേടാൻ സാധിക്കും. ആ മായയെ മാറ്റി നിർത്താൻ സാധിക്കും. അപ്പോൾ മായയാണ് ഈ കാണുന്ന പ്രപഞ്ചത്തിനെ ഈ വിധത്തിൽ പ്രവർത്തിപ്പിക്കുന്നത്.
ആര് രജസ്തമോ ഗുണികളാണോ അവരെ മായ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ആര് സത്വഗുണിയാണോ അവരെ മായ ഭഗവാനിലേക്ക് കൊണ്ടുപോകുന്നു. ഭഗവാനെ ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് ഈ മായയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന പരമമായ തത്വമാണ് അവിടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതാണ്.